ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാന്റസി കഥയാണ്. ഒരുപാട് മാന്ത്രിക വിദ്യകളും കുട്ടികളെ വെറുക്കുന്ന കുറച്ച് ദുഷ്ടരായ മന്ത്രവാദിനികളും ഒപ്പം കുറച്ചു എലികളും ഉൾപ്പെടുന്ന ഒരു കിടിലൻ സ്റ്റോറി. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് സാം എന്നു പേരുള്ള ഒരു ചെറിയ കുട്ടിയെയാണ്. അവന് തന്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുന്നു. അതോടെ അവൻ ആകെ തകർന്നു പോവുകയും വളരെ സങ്കടത്തിൽ ഒറ്റയ്ക്ക് കഴിയുകയും ചെയ്തു. അങ്ങനെ അവൻ തന്റെ അമ്മൂമ്മയുടെ അടുത്തേക്ക് താമസം മാറുകയാണ്. അമ്മൂമ്മ വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു. സാമിനെ അവർ ഒരുപാട് കെയർ ചെയ്തു. എങ്കിലും സാം എപ്പോഴും സങ്കടത്തിലായിരുന്നു. ഇത് കണ്ട അമ്മൂമ്മ അവന് കളിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു എലിയെ സമ്മാനമായി നൽകുന്നു. ഈ എലിയെ കിട്ടിയതോടെ സാം ഭയങ്കര സന്തോഷത്തിലായി. അവൻ എപ്പോഴും ആ എലിയോട് സംസാരിക്കാനും അതിനൊപ്പം കളിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാം തന്റെ റൂമിൽ ഈ എലിയുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്നും വളരെ വിചിത്രയായ ഒരു സ്ത്രീ അവനെ നോക്കുന്നത് നമ്മൾ കാണുന്നു. അവൾ ഒരു മന്ത്രവാദിനിയായിരുന്നു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അമ്മൂമ്മയ്ക്ക് ചെറിയൊരു അസുഖം വരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭേദമായി. ശേഷം അവർ രണ്ടുപേരും കൂടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സാം അമ്മൂമ്മയുടെ അടുത്തു നിന്നും കുറച്ചു മാറി നിൽക്കുമ്പോൾ നേരത്തെ പുറത്തു നിന്നും നോക്കിയ ആ വിചിത്രയായ സ്ത്രീ അവന്റെ അടുത്തേക്ക് വരികയാണ്. അവൾ സാമിന് ഒരു ചോക്ലേറ്റ് നീട്ടുന്നു. ഒപ്പം അവളുടെ കയ്യിൽ വളരെ വിചിത്രമായ ഒരു പാമ്പും ഉണ്ടായിരുന്നു. അവൾ സാമിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ കൃത്യസമയത്ത് അമ്മൂമ്മ അവിടേക്ക് വരികയും സാമിനെ വിളിക്കുകയും ചെയ്യുന്നു. അമ്മൂമ്മയെ കണ്ടതും ആ സ്ത്രീ അവിടെ നിന്നും വേഗത്തിൽ സ്ഥലം വിട്ടു. വീട്ടിലെത്തിയ ശേഷം സാം സൂപ്പർ മാർക്കറ്റിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അമ്മൂമ്മയോട് പറയുന്നു. അപ്പോഴാണ് അമ്മൂമ്മ അവനോട് ഒരു ഞെട്ടിക്കുന്ന സത്യം പറയുന്നത്. അതൊരു സാധാരണ സ്ത്രീയല്ല, മറിച്ച് അതൊരു ഭയങ്കരയായ മന്ത്രവാദിനിയാണ്. തുടർന്ന് അമ്മൂമ്മ തന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം അവനോട് വിവരിക്കുന്നു. അമ്മൂമ്മയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ അവരുടെ ഒരു കൂട്ടുകാരിയെ ഇതുപോലെ മന്ത്രവാദിനികളുടെ ലീഡർ ചോക്ലേറ്റ് കൊടുത്ത് വശീകരിച്ചു കൊണ്ടുപോയി. പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ കൂട്ടുകാരി ഒരു കോഴിയായി മാറിയിരുന്നു. ഇത് കേട്ട് സാം ശരിക്കും ഭയക്കുന്നു. മന്ത്രവാദിനികളെ എങ്ങനെ തിരിച്ചറിയാം എന്നും അമ്മൂമ്മ അവന് പറഞ്ഞു കൊടുക്കുന്നു. മന്ത്രവാദിനികൾക്ക് വളരെ നീളമുള്ള വിരലുകൾ ആയിരിക്കും. അതുപോലെ വളരെ വൃത്തികെട്ട നഖങ്ങളും ആയിരിക്കും. അത് മറച്ചുവെക്കാൻ അവർ എപ്പോഴും ഗ്ലൗസ് ധരിക്കും. അതുപോലെ അവർക്ക് തലയിൽ മുടി ഉണ്ടാകില്ല. അതിനാൽ എപ്പോഴും വിഗും വലിയ തൊപ്പിയും വെച്ചിട്ടുണ്ടാകും. ഇതൊക്കെ കേട്ടപ്പോൾ തങ്ങളുടെ വീട് മന്ത്രവാദിനികൾ കണ്ടുവച്ചു എന്ന് മനസ്സിലാക്കിയ അമ്മൂമ്മ സാമിനെയും കൂട്ടി അവിടെയുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് താമസം മാറുന്നു. ആ ഹോട്ടലിലെ മാനേജർ അമ്മൂമ്മയുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. അങ്ങനെ അവർ അവിടെ സേഫ് ആണെന്ന് കരുതി സമാധാനമായി ഇരിക്കുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. ലോകത്തുള്ള എല്ലാ മന്ത്രവാദിനികളും അവരുടെ ഒരു വലിയ മീറ്റിംഗിനായി വന്നിരിക്കുന്നത് ഇതേ ഹോട്ടലിലേക്കായിരുന്നു. വളരെ മോഡേൺ ആയ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ വന്നിരുന്നത്. കുട്ടികളെ മുഴുവൻ മൃഗങ്ങളാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. പിറ്റേ ദിവസം രാവിലെ സാം തന്റെ എലിയുമായി കളിക്കാൻ വേണ്ടി ഹോട്ടലിലെ വലിയൊരു ഹാളിൽ പോയി ഇരിക്കുന്നു. എന്നാൽ അവിടേക്കാണ് മന്ത്രവാദിനികൾ അവരുടെ മീറ്റിംഗിനായി വരുന്നത്. സാം വേഗത്തിൽ അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. തുടർന്ന് മന്ത്രവാദിനികളുടെ ലീഡർ അവിടെ വരികയും കുട്ടികളെ മൃഗങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ഒരു മാന്ത്രിക മരുന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ മരുന്നിന്റെ ഒരു തുള്ളി ചോക്ലേറ്റിൽ കലർത്തി കുട്ടികൾക്ക് കൊടുത്താൽ അവർ അപ്പോൾ തന്നെ മൃഗങ്ങളായി മാറും. സംസാരിക്കുന്നതിനിടയിൽ ആ ലീഡറിന് സാമിന്റെ മണം കിട്ടുന്നുണ്ടായിരുന്നുവെങ്കിലും അവനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് ബ്രൂണോ എന്നു പേരുള്ള തടിച്ച ഒരു കുട്ടി അവിടേക്ക് വരുന്നത്. മന്ത്രവാദിനികൾ അവൻ ഈ മരുന്ന് കലർത്തിയ ചോക്ലേറ്റ് കൊടുക്കുകയും അത് കഴിച്ച ബ്രൂണോ അപ്പൊ തന്നെ ഒരു എലിയായി മാറുകയും ചെയ്തു. ഇത് കണ്ട് സാം ബ്രൂണോയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മന്ത്രവാദിനികൾ സാമിനെയും പിടികൂടുന്നു. അവർ ആ മാന്ത്രിക മരുന്ന് സാമിന്റെ ചെവിയിലേക്ക് ഒഴിക്കുന്നു. അങ്ങനെ സാമും ഒരു എലിയായി മാറുകയാണ്. എന്നാൽ സാമും ബ്രൂണോയും സാമിന്റെ വളർത്തു എലിയും കൂടി അവിടെ നിന്നും കഷ്ടപ്പെട്ട് രക്ഷപ്പെടുന്നു. സാമിന്റെ വളർത്തു എലി ശരിക്കും മേരി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളെയും മന്ത്രവാദിനികൾ നേരത്തെ എലിയാക്കി മാറ്റിയതായിരുന്നു. അങ്ങനെ 3 എലികളും കൂടി അമ്മൂമ്മയുടെ അടുത്തേക്ക് വരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ അമ്മൂമ്മയ്ക്ക് വലിയ ദേഷ്യം വരുന്നു. എങ്ങനെയും ആ മന്ത്രവാദിനികളെ പാഠം പഠിപ്പിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. മന്ത്രവാദിനികളുടെ റൂം തങ്ങളുടെ റൂമിന്റെ തൊട്ടു താഴെയാണെന്ന് സാമമ്മൂമ്മയോട് പറയുന്നു. തുടർന്ന് അമ്മൂമ്മ ഒരു കയറിൽ സോക്സ് കെട്ടി അതിൽ സാമിനെ താഴേക്ക് ഇറക്കുന്നു. വളരെ സാഹസികമായി സാം ആ മാന്ത്രിക മരുന്ന് മോഷ്ടിച്ചുകൊണ്ട് തിരികെ വരുന്നു. ആ മരുന്ന് ഉപയോഗിച്ച് കുട്ടികളെ പഴയ രൂപത്തിലാക്കാൻ അമ്മൂമ്മ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. കാരണം ആ മരുന്ന് മനുഷ്യരെ മൃഗങ്ങളാക്കാൻ മാത്രമേ ഉപകരിക്കൂ. അപ്പോഴാണ് സാമിന് ഒരു കിടിലൻ ഐഡിയ തോന്നുന്നത്. ഈ മരുന്ന് മന്ത്രവാദിനികൾ കുടിക്കുന്ന സൂപ്പിൽ കലർത്തിയാലോ? അമ്മൂമ്മ ഈ എലികളെയും മരുന്നും ഒരു ബാഗിലാക്കി നേരെ അടുക്കളയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ആരും കാണാതെ ആ മാന്ത്രിക മരുന്ന് മുഴുവൻ മന്ത്രവാദിനികൾക്കുള്ള സൂപ്പിൽ കലർത്തുന്നു. ഇടയ്ക്ക് വെച്ച് ഹോട്ടൽ മാനേജർ അമ്മൂമ്മയെ പിടികൂടിയെങ്കിലും അമ്മൂമ്മ വളരെ ബുദ്ധിപൂർവ്വം മാനേജറെ പേടിപ്പിച്ചു അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ രാത്രി മന്ത്രവാദിനികൾ എല്ലാവരും ഡിന്നർ കഴിക്കാൻ എത്തുന്നു.
അവർ ആ സൂപ്പ് കുടിച്ചതും എല്ലാവരും പെട്ടെന്ന് തന്നെ എലികളായി മാറാൻ തുടങ്ങി. ഇത് കണ്ട് ഹോട്ടലിലെ ജോലിക്കാരും അമ്മൂമ്മയും ചേർന്ന് ആ എലികളെ മുഴുവൻ അടിച്ചു കൊല്ലുകയും ഓടിക്കുകയും ചെയ്യുന്നു. എന്നാൽ മന്ത്രവാദിനികളുടെ ലീഡർ മാത്രം ആ സൂപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ട ബ്രൂണോ, മേരി എന്നീ 3 എലികളും ചേർന്ന് ഒരു ട്രാപ്പ് ഉണ്ടാക്കുകയും അവളുടെ വിരലിൽ കടിക്കുകയും ചെയ്യുന്നു. അവൾ വേദന കൊണ്ട് വാ തുറന്ന സമയത്ത് സാമും കൂട്ടുകാരും ചേർന്ന് ആ മാന്ത്രിക മരുന്ന് അവളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അവളും ഒരു വലിയ എലിയായി മാറി. അമ്മൂമ്മ വേഗത്തിൽ ഒരു ഗ്ലാസ് കൊണ്ട് അവളെ മൂടി വെക്കുകയും അവളുടെ മുന്നിലേക്ക് ഒരു പൂച്ചയെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് അമ്മൂമ്മ ബ്രൂണോയെ അവന്റെ യഥാർത്ഥ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ സംസാരിക്കുന്ന എലിയെ കണ്ട അവന്റെ അമ്മ പേടിക്കുകയും അവനെ അവിടെ നിന്നും ആട്ടി ഓടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അമ്മയുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് എലിയായി കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്നതാണ് എന്ന് ബ്രൂണോ തീരുമാനിക്കുന്നു. ശേഷം അമ്മൂമ്മ ഈ 3 എലികളെയും കൂട്ടി തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അവർ 3 പേരും എലികളായി തന്നെ വളരെ സന്തോഷത്തോടെ പുതിയ സുഹൃത്തുക്കളായി അമ്മൂമ്മയുടെ ഒപ്പം ജീവിക്കുന്നതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഫ്രണ്ട്സ്, ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ കിടിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.